നല്ല കാര്യത്തിനായി തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളും കാലം പോകെ പോകെ അധപ്പതിക്കും. അത് കാലചക്രത്തിൻ്റെ ഒരു തിരിവാണ്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. വലിയ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക, അവസാനം അപഹാസ്യമായ രീതിയിൽ കലാശിക്കുക. ഇത് വിധിയുടെ ഒരു വിളയാട്ടമാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം മാതൃഭൂമി പത്രത്തിൻ്റെ അധപ്പതനം കണ്ടിട്ടാണ്. മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യസമരകാലത്ത് മലയാളികളെ പ്രചോദിപ്പിച്ച ഒരു പത്രമാണ്, സംശയമില്ല കാര്യത്തിൽ. കെ.പി. കേശവമേനോൻ, മാധവൻ നായർ, കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാർ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പത്രം വീരേന്ദ്രകുമാർ എന്ന പൊളിറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ സെമി പൊളിറ്റീഷ്യൻ്റെ കയ്യിൽ എത്തുന്നു. അന്നു മുതൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് ജയിക്കണമല്ലോ. ഇപ്പോൾ കോഴിക്കോട്, വയനാട് ഭാഗത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കൂടിയേ തീരൂ, അഥവാ അങ്ങനെയാണ് വേണ്ടത് എന്ന് വീരേന്ദ്രകുമാർ വിശ്വസിക്കുകയും മാതൃഭൂമി പത്രം ഒരു ആൻറ്റി നാഷണൽ പ്രോ മുസ്ലിം പത്രമായിട്ട് മാറുകയും ചെയ്തു. രാമജന്മഭൂമി കാലത്താണ് ഇത് അതിൻ്റെ മൂർധന്യത്തിലെത്തിയത്. എന്നാൽ അതിന് എക്സെപ്ഷനായിട്ട് 1-2 ലേഖനങ്ങൾ കൊടുക്കാനും ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ വീരേന്ദ്രകുമാർ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ശേഷം പത്രം ഏറ്റെടുത്ത ശ്രേയംസ് കുമാർ ഈ കാര്യങ്ങളൊന്നും നോക്കാറേയില്ല. മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് ഇതിൽ അദ്ദേഹത്തിന് പ്രായവുമായി ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സോ കയ്യോ ചെല്ലാറില്ല. പിന്നെയുള്ളത് എഡിറ്റർ മനോജ് കെ ദാസാണ്. മനോജ് കെ ദാസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെല്ലാം പറയാൻ കാര്യം യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ റിപ്പോർട്ടിംഗ് ആണ്. പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം. നെതന്യാഹു എന്ന് പറഞ്ഞിട്ടാണ്, കൂവലിൻ്റെ കൂ വെച്ചിട്ടാണ് ഇന്നത്തെ മാതൃഭൂമി പത്രം ഇറങ്ങിയത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്നലത്തെ പത്രമായിട്ട് മാറും അത്. എനിക്ക് അതിൽ വിഷമമൊന്നും തോന്നിയില്ല. കാരണം വിഷമിക്കാനുള്ളതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഒരു പത്രം അധപ്പതിക്കുന്ന രീതി ഇങ്ങനെയും ആകാം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. മാതൃഭൂമി എന്നൊരു പത്രമുണ്ട് എന്ന് നെതന്യാഹുവിന് അറിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കേരളം എന്നൊരു സ്ഥലമുണ്ടെന്ന് പോലും ആ മനുഷ്യന് അറിഞ്ഞുകൂടായിരിക്കാം. അതുകൊണ്ട് ഇവർ കൂവിയത് കൊണ്ട് നെതന്യാഹുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരെഴുതിയിരിക്കുന്നത് 50-ലധികം രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്നാണ്. ആ റിപ്പോർട്ട് റോയിട്ടേഴ്സാണ് അത് കൊടുത്തത്. വീഡിയോയിലും കുറച്ച് പേര് ഇറങ്ങിപ്പോകുന്നത് കാണാം. കൃത്യ എണ്ണമൊന്നും നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. ബട്ട് ഈ 50 പേര് ഇറങ്ങിപ്പോയെങ്കിൽ തന്നെ അത് നെതന്യാഹുവിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. അതിന് കാരണം എന്താണെന്നറിയാമോ? 57 മുസ്ലിം രാജ്യങ്ങളുണ്ട് ലോകത്ത്, 57. ഈ 57-ൽ 57 യുണൈറ്റഡ് നേഷൻസിൽ അംഗങ്ങളുമാണ്. അപ്പോൾ 7 അംഗങ്ങൾ അവിടെ തന്നെ ഇരുന്നു എന്നല്ലേ അർത്ഥം? 50 പേരല്ലേ ഇറങ്ങിയുള്ളൂ. അറബ് രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരാണല്ലോ പ്രധാന ശത്രുക്കൾ. അവരിൽ തന്നെ 7 പേരവിടെ ഇരുന്നു. അപ്പോൾ ഇതാരുടെ വിജയമാണ്? നെതന്യാഹുവിൻ്റെ ഒരുപക്ഷെ അതിഗംഭീരമായ പ്രസംഗമായിരുന്നു. ഞാനിങ്ങനെ ഈ വാചാടോപത്തിൽ അങ്ങനെ പെട്ടുപോകാറൊന്നുമില്ല. ബട്ട് വാചാടോപം മാത്രമായിരുന്നില്ല, ഡ്രമാറ്റിക്സ്, ഹിസ്ട്രിയോണിക്സ് ഒക്കെ ഉണ്ടായിരുന്നു നെതന്യാഹുവിൻ്റെ. ബട്ട് അതിനകത്ത് 100% സത്യവും ഉണ്ടായിരുന്നു. നെതന്യാഹു പറഞ്ഞു, ഒക്ടോബർ 7, 2023 എന്നുള്ള ഡേറ്റ് നിങ്ങളെല്ലാം മറന്നു കഴിഞ്ഞിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് മറക്കാൻ സാധ്യമല്ല. ശരിയല്ലേ? അവരുടെ എത്ര പേരെയാണ് ഹമാസ് ഒന്ന് കൊന്നൊടുക്കിയത്? സംഗീത പരിപാടിയിൽ കയറിയിട്ട് കൊന്നൊടുക്കിയത്, ബലാത്കാരം ചെയ്തത്. നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ ഇത്തരം ക്രൂരത കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നെതന്യാഹു പറഞ്ഞു, അമ്മൂമ്മയുടെ മുമ്പിൽ വെച്ച് കൊച്ചുമകനെ അല്ലെങ്കിൽ കൊച്ചുമകളെ ചുട്ട് കരിക്കുക. ഇതാണ് ഹമാസ് ചെയ്തത് ഇസ്രായേലിൽ. അച്ഛനെയും അമ്മയും വെറുതെ നിർത്തി അമ്മൂമ്മയുടെ മുമ്പിൽ വെച്ച് പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളയുക, ചുട്ടുകരിക്കുക. ഈ ക്രൂരത നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ?
നെതന്യാഹു പറഞ്ഞു, ഇതിന് കണക്കില്ലേ? ഇതാരും ചോദിക്കാത്തത് എന്താ? ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും 48 ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലുണ്ട്. ആർക്കും ഇവരെ തിരിച്ചു വേണ്ടേ? ഇവരുടെ ജീവന് വിലയില്ലേ? എല്ലാവരും പാലസ്തീന് സിന്ദാബാദ് വിളിക്കുന്നത്. നെതന്യാഹു പറഞ്ഞു, ഒക്ടോബർ 8-ാം തീയതി ഞങ്ങൾ ഹമാസിനെ തിരിച്ചടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ അടി വന്നു? യമനിൽ നിന്ന് ഹൂത്തികൾ ഞങ്ങളെ ആക്രമിച്ചു. എന്തിന്? ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിച്ചു. നെതന്യാഹു ഹിസ്ബല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉച്ചാരണം ഒരുപക്ഷെ അതായിരിക്കാം. നമ്മൾ പറഞ്ഞ് ശീലിച്ചത് ഹിസ്ബുള്ള ആയതുകൊണ്ട് ഞാൻ ഹിസ്ബുള്ള എന്ന് പറയുന്നു. സിറിയയിൽ നിന്ന് അവരുടെ പട്ടാളം ഇസ്രായേലിനെ ആക്രമിച്ചു. ഇറാഖിൽ നിന്ന് തീവ്രവാദികൾ ആക്രമിച്ചു. ഇതുകൂടാതെ ഹമാസിൻ്റെ നിരന്തരമായ തിരിച്ചുള്ള ആക്രമണവും. അത് ഉള്ളിൽ, ബാക്കിയെല്ലാം പുറത്തു നിന്ന്. ഇതിനെല്ലാം ഫൈനാൻസ് ചെയ്യുന്ന, ആയുധം കൊടുക്കുന്ന ഇറാൻ. നെതന്യാഹു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ? വാസ്തവത്തിൽ മാതൃഭൂമി മറുപടി പറയേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. നമുക്ക് ഇസ്രായേലും ലെബനനും ഒക്കെ വിടാം. കേരളത്തിൽ ഏറ്റവും വലിയ വികാരം കൊണ്ടത് മാതൃഭൂമിയാണല്ലോ, ഒരുപക്ഷെ മാധ്യമത്തെക്കാൾ കൂടുതൽ. മാധ്യമം പത്രം ഞാൻ കണ്ടില്ല, ഒരുപക്ഷെ അവരുടെ വികാരപ്രകടനം ഉണ്ടാവാം. ബട്ട് മാതൃഭൂമി ബീയിങ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡെയിലി ഇൻ കേരള, യു മസ്റ്റ് സേ ദാറ്റ് മാതൃഭൂമി ഒരു കാര്യം വ്യക്തമാക്കണം വായനക്കാരോട്. ഞാനിപ്പോഴും മാതൃഭൂമി വായനക്കാരനാണ്. ബഹിഷ്കരിക്കുക ഇതുപോലത്തെ ഏർപ്പാടിനൊന്നും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് വായനക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നു, ഇസ്രായേലിന്, ജൂതന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ? ഇത് മാതൃഭൂമിക്ക് തുറന്നെഴുതാനുള്ള ധൈര്യമുണ്ടോ? എഴുതുകയില്ല. കാരണം 2023 സോളിഡാരിറ്റിയുടെ ഒരു യോഗം നടന്നു. മലപ്പുറത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഓൺലൈനിൽ പ്രസംഗിച്ചു ആരാന്നറിയാമോ? ഖാലിദ് മെഷാൽ. ഒക്ടോബറിലായിരുന്നു, ഒക്ടോബർ 2023. ജമായത്തെ ഇസ്ലാമിയുടെ യൂത്ത് വിങ്ങായ സോളിഡാരിറ്റിയുടെ സമ്മേളനത്തിൽ ഓൺലൈനായിട്ട് പ്രസംഗിച്ച മഹാൻ ഖാലിദ് മെഷാൽ ഹമാസിൻ്റെ, പലസ്തീൻ്റെ വലിയ നേതാവാണ്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഖത്തറിൽ മരിക്കുകയോ അതോ വേറെ എവിടെയോ, കക്ഷി തട്ടിപ്പോയി. ഈ കക്ഷി കേരളത്തിൽ ഓൺലൈനിൽ പ്രസംഗിച്ചത് ജൂതന്മാരെ പോലെ ഹിന്ദുക്കൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. ഒരുപക്ഷെ ഇത് പറയിപ്പിക്കാനായിരിക്കും സോളിഡാരിറ്റി അങ്ങനെ കൊണ്ടുവന്നത്. ഏതെങ്കിലും പത്രം റിപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ. അയാൾ അവരുടെ ഭാഷയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. പിന്നീട് തപ്പി ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കുകയായിരുന്നു ഇയാൾ എന്താണ് പറഞ്ഞതെന്ന്. ഇയാൾ പറഞ്ഞതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ഇതിനോട് മാതൃഭൂമി യോജിക്കുന്നുണ്ടോ? പോട്ടെ, നിങ്ങൾ പാലസ്തീൻ ഇപ്പോൾ 2 നേഷൻ തിയറിയൊക്കെ പറയുന്നുണ്ടല്ലോ. നെതന്യാഹു ചോദിച്ചു, 2 നേഷൻ തിയറി പാലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ടോ? എല്ലാവരും 2 നേഷൻ തിയറി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം 2 നേഷൻ തിയറി, അതായത് പാലസ്തീൻ വേറെ ഇസ്രായേൽ വേറെ. ഇവിടെ പാലസ്തീൻ അത് അംഗീകരിച്ചിട്ടില്ല. അതാണ് നെതന്യാഹു ഫോഴ്സ്ഫുള്ളി പറഞ്ഞത്. ഹമാസും അംഗീകരിച്ചിട്ടില്ല, അബ്ബാസും അംഗീകരിച്ചിട്ടില്ല. ആരാ അബ്ബാസ്? പാലസ്തീൻ അതോറിറ്റിയുടെ തലവൻ മഹ്മൂദ് അബ്ബാസ്. അപ്പോൾ ഹമാസിനും അബ്ബാസിനും സമ്മതമല്ലാത്ത ഒരു ഫോർമുല എല്ലാവരും കൂടെ ഇസ്രായേലിനോട് പറയുന്നു, താൻ സമ്മതിക്ക്. ശരി, ഇസ്രായേൽ സമ്മതിച്ചെന്ന് വെച്ചോ, പാലസ്തീൻ്റെ ആവശ്യം എന്താണ്? ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം ഭൂമുഖത്ത് പാടില്ല. ജൂതന് ജീവിക്കാൻ അവകാശമില്ല. ഇത് അവരുടെ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ഈ പാലസ്തീൻ അതോറിറ്റിയുടെയൊക്കെ വെബ്സൈറ്റ് എടുത്ത് നോക്കൂ, ഹമാസിൻ്റെ വെബ്സൈറ്റ് നോക്കൂ, ഹൂതികളുടെ പ്രസ്താവനകൾ നോക്കൂ. ഇസ്രായേലികൾക്ക് ജീവിക്കാൻ അവകാശമില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരുമായിട്ട് എങ്ങനെ സന്ധി ചെയ്യും എന്നാണ് നെതന്യാഹു ചോദിക്കുന്നത്. നെതന്യാഹു പറയുന്നു, ഗ്രാൻഡായിരുന്നു ആ പറച്ചിൽ. നെതന്യാഹു പറഞ്ഞു, ലോകരാജ്യങ്ങളുടെ പല തലവന്മാരും രഹസ്യമായിട്ട് അടച്ചിട്ട മുറിയിൽ എന്നോട് പറയാറുണ്ട്, നെതന്യാഹു താങ്കൾ പറയുന്നതാണ് ശരി, അതാണ് സത്യം. പിന്നെ ഞങ്ങൾ പുറത്ത് ഈ പത്രക്കാരുടെയൊക്കെ ശല്യം കൊണ്ട് നെതന്യാഹു അക്യൂസ് ചെയ്തു ശരിക്കും യൂറോപ്പിനെ. നിങ്ങൾ മീഡിയയുടെ ക്യാമ്പയിനെ ഭയന്നിട്ട് നിങ്ങൾ പാലസ്തീനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യമാണത്. ഞാൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം മാത്രമല്ല, ജോർജിയ മെലോണി, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, ആ സ്ത്രീയുടെ പ്രസംഗവും ഞാൻ ശ്രദ്ധയോടെ കേട്ടു.
ഒരു ഡിഫെൻസീവ് ബോഡി ലാംഗ്വേജ് കേട്ടോ. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ അറിയാം എന്നുള്ള മട്ടിൽ ആണ് മെലനി സംസാരിച്ചത്. യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം ജോർജിയ മെലനിയുടെ പ്രസംഗം. ജോർജിയ മെലനി പറഞ്ഞു, ഞങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നു, പക്ഷേ ആ ബട്ടിന് വല്ലാത്ത എംഫസിസ് ആയിരുന്നു. ജോർജിയ മെലനി പറഞ്ഞു, നിങ്ങൾ ആയുധം താഴെ വയ്ക്കണം, ഹമാസ്, നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കണം. ഈ 2 കണ്ടീഷൻ്റെ പുറത്താണ് ഞങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നത് എന്ന് ജോർജിയ മെലനി എടുത്തു പറഞ്ഞു. ഈ കണ്ടീഷൻ ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ സമ്മതമാകുമോ? നിങ്ങൾ നോക്കൂ, ഇപ്പം തന്നെ പ്രാക്ടിക്കലി പാലസ്തീൻ എന്ന് പറഞ്ഞ് വെസ്റ്റ് ബാങ്ക് ഉണ്ട്, ഗാസയുണ്ട്, ഇല്ലേ? 2 പേർക്കും സ്വയംഭരണം ഉണ്ടായിരുന്നു. 2 സ്ഥലത്തും പാലസ്തീൻ അതോറിറ്റി അധികാരത്തിൽ വന്നു. ആ പാലസ്തീൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് 2007 കലാപമുണ്ടാക്കി അധികാരം പിടിച്ചെടുത്തവരാണ് ഹമാസ്, ഇല്ലേ? അന്നും ഇസ്രായേലൊന്നും മിണ്ടിയില്ല. ജനറൽ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നതല്ലാതെ അവരുടെ സ്വയംഭരണത്തിൽ ഇസ്രായേൽ ഇടപെട്ടേയില്ല. നിങ്ങൾ ഉന്തും തള്ളവും ഉണ്ടാക്കുകയോ മല്ലയുദ്ധം നടത്തി നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഹമാസും പാലസ്തീൻ അതോറിറ്റിയും തമ്മിൽ പോലും യോജിപ്പില്ല. പിന്നെ ആരോട് യോജിക്കാനാണ്? പാലസ്തീൻ അതോറിറ്റി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്, മഹ്മൂദ് അബ്ബാസ് പറയുന്നത്, ഫ്രം റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ. റിവർ ടു സീ എന്ന് പറഞ്ഞാൽ ജോർദാൻ നദി മുതൽ ഇപ്പുറത്ത് കടൽ വരെ. ഇതിനിടയ്ക്ക് ഇസ്രായേൽ ഇല്ല, ചിത്രത്തിലില്ല. ഈ പ്രൊപ്പോസ്ഡ് 2 നേഷൻ തിയറിയുടെ ഒരു 2 രാജ്യങ്ങളും ചേർന്നുള്ളൊരു ഫോട്ടോ മാതൃഭൂമിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പാലസ്തീന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന കേരളത്തിലെ ദുരന്തരന്മാർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? സർവ്വസമ്മതം വേണം, സർവ്വസമ്മതം വേണം. ഇസ്രായേലിനെ മാറ്റി നിർത്തുക. ഇസ്രായേൽ തല്ലിപ്പൊളിയാണല്ല, അവരെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർ സമ്മതിക്കുന്ന ഒരു മാപ്പ്, ഒരേ ഒരെണ്ണം ഏതെങ്കിലും മാധ്യമം കാണിക്കട്ടെ, TV-യിൽ കാണിക്കട്ടെ, പത്രത്തിൽ വരച്ച് കാണിക്കട്ടെ. സാധ്യമല്ല. അങ്ങനെ കാണിച്ചാൽ കാണിച്ചവൻ്റെ വീട് കയറിയിട്ട് ഹമാസ് തല്ലും. പേടിയാ, കാണിക്കില്ല. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു നക്സലേറ്റ്, ഒരു ജിഹാദി, ഒരുത്തൻ ഭൂപടം കാണിക്കില്ല. കാരണം അത്രയ്ക്ക് പേടിയാണ്, ഭയന്നു. നെതന്യാഹു പറഞ്ഞു, എനിക്ക് ഭയക്കാൻ പറ്റില്ല, ഞങ്ങളുടെ സർവൈവലാണ്, ഏതായാലും ജീവൻ പോകാൻ പോവുകയാണ്, ഞങ്ങളിത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ആൻഡ് യു നോ ദ ഗ്രേറ്റ് തിങ് വിച്ച് ഹി ഡിഡ്? ഗസയിലെ മൊബൈൽ ഫോണുകൾ മുഴുവൻ ഹാക്ക് ചെയ്തു. 90% ഗസയിലെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിട്ട് നെതന്യാഹുവിൻ്റെ പ്രസംഗം കേൾപ്പിച്ചു. അതുകൂടാതെ മൈക്ക് വെച്ച് മൊത്തം ഗസയിലും കേൾപ്പിച്ചു. ഇനി അഥവാ മൊബൈലിൻ്റെ വോളിയം കുറയ്ക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്ലെയറിങ് ലൗഡ് സ്പീക്കറിലൂടെ പ്രസംഗം കേൾപ്പിച്ചു. ഗസക്കാരോട് പറഞ്ഞു, ഹമാസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വയ്ക്കുക, നിങ്ങൾ പിരിഞ്ഞു പോവുക. അതല്ലെങ്കിൽ വി വിൽ ഹണ്ട് യു, ഞങ്ങൾ വേട്ടയാടും നിങ്ങളെ. ഞങ്ങളുടെ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകയാൽ നിങ്ങളുടെ മരണം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറിയിരിക്കുന്നു. ഞങ്ങൾ നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധത്തിലാണ്. അതുകൊണ്ട് ഹമാസിൻ്റെയോ പാലസ്തീൻ്റെയോ ഈ ഗീർവാണത്തിന് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവർക്കെല്ലാം പണം കൊടുത്തും ആയുധം കൊടുത്തും പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ്. ഇറാൻ ഒരു ആണവശക്തിയാകാൻ ശ്രമിച്ചു, ഞങ്ങളത് സമ്മതിച്ചില്ല. ഞങ്ങളെ അമേരിക്ക തുണച്ചു. അമേരിക്ക B-2 ബോംബർ കൊണ്ടുവന്നിട്ട് അവരുടെ എൻറിച്ച് യുറാനിയം പ്ലാന്റ് എല്ലാം തന്നെ നശിപ്പിച്ചു. ഇനിയും ഞങ്ങളത് ചെയ്യും. ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഓരോന്നായിട്ട് ഞങ്ങൾ കൊലയ്ക്ക് കൊടുത്തു. ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ കൊല്ലും. ഈ മനുഷ്യ സാധു മിരണ്ടാൽ എന്ന് പറയുമല്ലോ. നെതന്യാഹു പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ വന്നത് 1984 41 വർഷം മുമ്പ്. നെതന്യാഹുവിൻ്റെ മുമ്പിൽ വെറും ശിശുക്കളാണ് ഇരിക്കുന്ന പല നേതാക്കന്മാരും. ആ മനുഷ്യൻ്റെ എക്സ്പീരിയൻസിന് മുമ്പിൽ, അങ്ങേരുടെ ധൈര്യത്തിന് മുമ്പിൽ, അങ്ങേരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിന് മുമ്പിൽ പാഴം പോലെ ചെതറിപ്പോകും ഈ പറഞ്ഞ നേതാക്കൾ പലരും. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, 41ാമത്തെ വർഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. 41 വർഷം മുമ്പ് ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ഇസ്രായേലിനെ യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞൊരു പ്രമേയം വന്നു. ആ പ്രമേയത്തെ എതിർക്കാനാണ് ആദ്യമായിട്ട് ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ വരുന്നത്. അതുകൊണ്ട് കൂവി ഇറങ്ങിപ്പോയി എന്നൊന്നും പറഞ്ഞ് നെതന്യാഹുവിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല.
ജനറലി ഓഡിയൻസ് കുറവായിരുന്നു കേട്ടോ. ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇന്നലെ നേരത്തെയും എനിക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വലിയ അറ്റൻഡൻസ് ഉണ്ടാവാറില്ല. അറ്റൻഡൻസ് ഇൻഡിവിജ്വലി ഒരു നേതാവിന് എത്ര പേര് പങ്കെടുത്തു ഇങ്ങനെയൊന്നും അവർ കണക്കെടുക്കാറുമില്ല. നിങ്ങളെപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മാക്സിമം കസേരകൾ ഒഴിഞ്ഞു കിടക്കും. അതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്വഭാവം. കാരണം ഒരു നേതാവിന് വേറൊരു നേതാവിൻ്റെ ഗീർവാണം കേട്ടുകൊണ്ടിരിക്കാൻ നേരമില്ല. അവരിറങ്ങിപ്പോവും. അവർക്കെല്ലാം അവരവർക്ക് വേണ്ട ഭാഷയിൽ ഇതിൻ്റെ തർജ്ജമ കിട്ടും, സോഫ്റ്റ് കോപ്പി കിട്ടും. പണ്ടൊക്കെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചട്ടം 3 ആഴ്ച മുമ്പ് ഒരു രാജ്യത്തിൻ്റെ പ്രസംഗം എഴുതി തയ്യാറാക്കി 22 കോപ്പി എടുത്തിട്ട് യുണൈറ്റഡ് നേഷൻസിൽ അയക്കണം എന്നായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോഫ്റ്റ് കോപ്പി പെട്ടെന്ന് കിട്ടും, തർജ്ജമ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ ആരെ ഈ ബോർഡ് കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുന്നത്? ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ ഡോക്ടർ ജയശങ്കർ പ്രസംഗിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് വിചാരം യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ? ഞാൻ ആ പ്രസംഗം മുഴുവൻ ഇരുന്ന് കേട്ടു. പരമദയനീയമായിരുന്നു അറ്റൻഡൻസ്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സോ. അത് അങ്ങനെയാണ്. അതിൽ അവർക്കാർക്കും അത്ഭുതമില്ല. മാതൃഭൂമിക്ക് അത്ഭുതം. 50 പേര് ഇറങ്ങിപ്പോയി, 100 പേര് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടം, എന്തൊരു അധപ്പതനം. 10 മുസ്ലിം വോട്ട്. എനിക്കറിയാം ഈ ശ്രേയാംസ് കുമാറിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് മിക്കവാറും വയനാടായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ കോഴിക്കോട് സീറ്റ് കിട്ടുന്ന പോലെ ഒന്ന് LDF അല്ലെങ്കിൽ UDF സീറ്റ് കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ ഇയാൾ അപ്പുറത്തേക്ക് പോകും. ഇതൊക്കെയാണ്. അതിനു വേണ്ടിയിട്ട് സ്വന്തം പത്രം ഇത്ര വലിയ അധപ്പതനത്തിൻ്റെ കുഴിയിലേക്ക് ചാടേണ്ട കാര്യമുണ്ടോ എന്ന് PV ചന്ദ്രനും മനോജ് കെ ദാസും ഒക്കെ ആലോചിക്കണം. ശ്രേയാംസ് കുമാറിനോട് സംസാരിക്കണം, സാർ അങ്ങേക്ക് വോട്ട് വേണം, നമുക്ക് വോട്ടും പിടിക്കാം, ബട്ട് ഇത്ര അപഹാസ്യമാകരുത്. പക്ഷേ ഒരു കാര്യം, ഫ്രണ്ട് പേജിൽ തന്നെ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്കവും മാതൃഭൂമി കൊടുത്തിരുന്നു. മനോരമ ബുദ്ധിമാന്മാരാണ്. ഞാൻ എറണാകുളം എഡിഷനെ പറ്റിയാണ് ഈ പറയുന്നത് കേട്ടോ. മനോരമ ഫ്രണ്ട് പേജിൽ ഈ നെതന്യാഹുവിൻ്റെ ന്യൂസ് കൊടുത്തേയില്ല, അകത്തേക്ക് മാറ്റി. അവർ ഈ കൂവി എന്നൊന്നും ഹെഡ്ലൈൻ കൊടുക്കാനും പോയില്ല. ഇത് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇനി കോഴിക്കോട് എഡിഷൻ എങ്ങനെ കൊടുത്തു എന്ന് എനിക്കറിയില്ല. മനോരമ ഇതിൽ ബുദ്ധിമാന്മാരാണ്. 1967 ഈ അറബ് ഇസ്രായേൽ വലിയ യുദ്ധം. അപ്പോൾ അന്ന് മനോരമ ഈ കോട്ടയം എഡിഷനിൽ ഇസ്രായേൽ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാണ് തലക്കെട്ട്. അന്ന് മലപ്പുറം എഡിഷനില്ല, കോഴിക്കോട് എഡിഷനാണ്. കോഴിക്കോട് എഡിഷനിൽ അറബികളുടെ ഉഗ്രൻ തിരിച്ചടി എന്നാണ് തലക്കെട്ട്. എങ്ങനെയുണ്ട്? രണ്ടും ശരിയാണ്. ഇസ്രായേൽ ആഞ്ഞടിക്കുന്നു, അറബികൾ ഉഗ്രമായി തിരിച്ചടിക്കുന്നു. രണ്ടും ശരിയാണ്. ബട്ട് 2 വായനക്കാരെയാണ് മനോരമ അഡ്രസ്സ് ചെയ്യുന്നത്, കോട്ടയത്തെയും കോഴിക്കോട്ടെയും. ഏത് റിലീജിയസ് ഗ്രൂപ്പാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതാണ് മനോരമയുടെ തന്ത്രം. മാതൃഭൂമി ഈ തന്ത്രമൊന്നും നോക്കാൻ പോരല്ല. ഒറ്റ റിലീജിയസ് ഗ്രൂപ്പ്, ഒറ്റ പിടുത്തമാണ് അതിൻ്റെ കാരണം. അവരുടെ ആവശ്യം വയനാട് കോഴിക്കോട് ഭാഗങ്ങളാണ്. കോട്ടയൊന്നും അവർക്ക് ആവശ്യമില്ല, തിരുവനന്തപുരം ഒട്ടും വേണ്ട. അപ്പോൾ പിന്നെ കണ്ണും മൂക്കുമടച്ച് മുസ്ലിം പ്രീണനത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുക. ഇതാണ് മാതൃഭൂമി. മറ്റത് മനോരമ ബിസിനസ് നമ്പർ 1 ആണ്. അവരും ഇപ്പോൾ പലസ്തീൻ്റെ ഭാഗമാണ് കേട്ടോ. പത്രത്തിൻ്റെ പോളിസി പലസ്തീൻ അനുകൂലമാണ്. അതെന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഒരുപാട് നേതാക്കൾ ഇത്തവണ സത്യം പറഞ്ഞു. ഹംഗറിയുടെ പ്രതിനിധിയുടെ പ്രസംഗം ഞാൻ കേട്ടു. ആ മനുഷ്യൻ യൂറോപ്പിനോട് ചോദിച്ചു, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങുന്നില്ലേ? ഇന്ത്യയുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. നിങ്ങളാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം നിലനിർത്തുന്നത് നിങ്ങളാണ്. യു ആർ ബെനിഫിഷ്യറീസ് ഓഫ് റഷ്യ, യു ആർ സപ്പോർട്ടേഴ്സ് ഓഫ് യുക്രൈൻ. യുക്രൈനിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ ഓടിക്കിടുന്നത് ഹംഗറിയിലേക്കാണ്. ഹംഗറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരാകെ 1 കോടി ജനസംഖ്യ തികച്ചില്ല ഹംഗറിയിൽ. അവിടെ അഭയാർത്ഥികളും കൂടെ വന്നാൽ അവരെന്ത് ചെയ്യും? ഇതൊക്കെയാണ് ആ മനുഷ്യൻ റേസ് ചെയ്ത്. ഒരുപാട് പേര് ഒരുപാട് സത്യങ്ങൾ ഇത്തവണ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു. അതിൽ സത്യം പറഞ്ഞ ഒരാൾ ട്രംപുമാണ്. ട്രംപ് പറഞ്ഞു, ഈ യുണൈറ്റഡ് നേഷൻ ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ, ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഈ എസ്കലേറ്റർ നിന്നുപോയി. എസ്കലേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്ന എസ്കലേറ്റർ നിന്ന് കഴിഞ്ഞാൽ മൂക്ക് കുത്തി വീഴുമല്ലോ. ഭാഗ്യത്തിന് വീണില്ല, ഭാഗ്യത്തിന് വീഴാഞ്ഞതാണ്. പിന്നെ ട്രംപ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ടെലിപ്രോംപ്റ്റർ കേടായി.
പുള്ളി പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് കിട്ടിയത് കേടായ ഒരു എലിവേറ്ററും കേടായ പ്രോംപ്റ്ററുമാണ്. ഞാൻ എന്ത് ചെയ്യും? $500 മില്യൺ ഈ കെട്ടിടം കംപ്ലീറ്റ് ഞാൻ പണിത് തരാം. എനിക്ക് പണ്ട് സിവിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നല്ലോ, ബിൽഡറാണല്ലോ ട്രംപ് പറഞ്ഞ് ഈ കെട്ടിടം ഞാൻ കംപ്ലീറ്റ് നന്നാക്കി തരാം, ഒരു $500 മില്യൺ ആകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ബജറ്റും കണക്കും ഒക്കെ അവതരിപ്പിച്ചതാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. $2 ബില്യൺ ഇവർ കോൺട്രാക്റ്റ് കൊടുത്തു. ഇപ്പോഴും അതിൻ്റെ പണി തീർന്നിട്ടില്ല. പുള്ളി പറയും, വർഷം ഇത്രയായി, ഇനി 15 ബില്യൺ മുടക്കിയാലും ഈ ഘടോൽക്കച്ചൻ്റെ കൊട്ടാരത്തിൻ്റെ പണി തീരാൻ പോകുന്നില്ല. കാരണം ഇവന്മാർക്ക് പണി അറിഞ്ഞുകൂടാ. എനിക്ക് പണിയറിയാം, ഞാൻ 500 മില്യണിൽ തീർത്തേന്. ഇതൊക്കെയാണ് ട്രംപ് പ്രസംഗിച്ചത്. രസമായിരുന്നു ട്രംപിൻ്റെ പ്രസംഗം കേൾക്കാൻ. അതേസമയം ട്രംപിനും ഈ പറഞ്ഞതിനേക്കാൾ ഒരു അല്പം കൂടുതൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ട്. ട്രംപ് പ്രാന്തനുമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടാവും എന്ന് വിചാരിച്ച് കുറച്ച് ആൾ കൂടിയിരുന്നു. ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ വലിയ സുരക്ഷാ വീഴ്ചയാണ്, ഞാൻ പട്ടാളത്തെ കൊണ്ട് അന്വേഷിപ്പിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് എന്ത് വരാൻ ആർക്കറിയാം. ഇതാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ നടന്നത്. ഒരു കാര്യം സത്യമാണ്, നെതന്യാഹുവിൻ്റെ ആർഗ്യുമെൻറ്റിന് മുമ്പിൽ നിങ്ങൾക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ആ മനുഷ്യൻ പറയുന്നത് സത്യമാണ്. അങ്ങേര് പറയുന്നു, പാലസ്തീൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 നടന്ന കൂട്ടക്കുരുതി ജെറുസലേമിൽ നിന്ന് 1 മൈൽ ദൂരെ പാലസ്തീൻ കൊടുക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം 9/11 ട്വിൻ ടവർ നാശം ഉണ്ടായല്ലോ അമേരിക്കയിൽ. ന്യൂയോർക്കിൽ നിന്ന് 1 മൈൽ ദൂരെ അൽ ഖൈദയ്ക്ക് നിങ്ങൾ രാജ്യം കൊടുക്കുക എന്നാണ് ഇതിനർത്ഥം. ഈ മണ്ടത്തരം ചെയ്യാൻ ഇസ്രായേലിനെ കിട്ടുകയില്ല. മരണമെങ്കിൽ മരണം, ഭാവിയെങ്കിൽ ഭാവി, എന്താണെന്ന് വെച്ചാൽ വരട്ടെ. രണ്ടും കൽപ്പിച്ചാണ് നെതന്യാഹുവും ഇസ്രായേലും നിൽക്കുന്നത്. ഇസ്രായേലി ജനത നെതന്യാഹുവിന് പിന്തുണയില്ല. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആണ് നെതന്യാഹു അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ ഇൻ്റേണൽ സർവേ നടത്തി, റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്, 90% ജനങ്ങളും ഹമാസിനെ തീർക്കണം എന്ന് തന്നെ അഭിപ്രായപ്പെടുന്നവരാണ്. ബാക്കിയുള്ളവർ ഹമാസിനെ തീർക്കണ്ട എന്നല്ല, മറ്റ് പല രീതിയിൽ ഈ സ്ട്രാറ്റജി നടപ്പാക്കാം എന്നാവശ്യപ്പെടുന്നവർ. ഏതാണ് 90% ജനപിന്തുണയും ഇസ്രായേലിൻ്റെ പിന്തുണ നെതന്യാഹുവിനുണ്ട്. അതുകൊണ്ട് അധികാരമോഹമാണ് എന്നൊന്നും പറഞ്ഞ് നെതന്യാഹുവിനെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതാണ് യുണൈറ്റഡ് നേഷൻസിൽ നടന്നത്. ഇത് മാതൃഭൂമിക്കാർക്ക് നന്നായിട്ടറിയാം. ബട്ട് ഞാൻ നടയെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാതൃഭൂമിക്ക് നെതന്യാഹു എന്ന് അച്ചടിച്ച് പുറത്തിറക്കേണ്ടി വരുന്നു. ഒരു പത്രത്തിന് ഭൂഷണമല്ല ഇതൊന്നും എന്ന് മാത്രം പറയട്ടെ. താങ്ക് യു.